Then he pointed at me and he said, I know what you're doing. I know what you're doing. In Hindi he said, मैं जानता हूं आप क्या कर रहे हो. मैं जानता हूं आप क्या कर रहे हो. So I said, मैं क्या कर रहा हूं? I said, what am I doing? After a couple of 1,000 kilometers of walking, one day I saw one man trying to enter the middle of the yatra. 2000 കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷം എനിക്ക് ഒരു മനുഷ്യൻ ഈ യാത്രയ്ക്കിടയിലേക്ക് കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. And there was a lot of police and a lot of people. So when he first tried to enter it, the police people pushed him and he fell down. അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ധാരാളം പോലീസുകാരും മറ്റും ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. I asked the people around me to find him and he had disappeared. അദ്ദേഹം അവിടെ വീഴുകയും പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഡിസപ്പിയർഡ് അദ്ദേഹം അപ്രത്യക്ഷനാവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. After some time, maybe after half an hour, suddenly I saw him on one other side. ഈ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റൊരു ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. And again the police people were pushing him and he was trying to come in and they pushed him aside. അവിടെയും ഒരാൾ കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അയാളെയും പോലീസുകാർ വളരെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തള്ളി മാറ്റുകയും പുറത്താക്കുകയും ചെയ്തു. Then again I told my office person that look, he's that same guy, he's over there now, go and find him. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആദ്യം വീണ ആള് തന്നെയാണ്, ഒരു ഭാഗത്ത് നിന്ന് ആദ്യം വീണ ആള് തന്നെയാണ് മറുഭാഗത്ത് കൂടി വീണ്ടും ശക്തി ഉപയോഗിച്ച് കടന്നു വരാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുകയുണ്ടായി. And for the second time he disappeared. രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹം അപ്രത്യക്ഷനായി. And then after some time suddenly he came right in front of me. അതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ് എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. He had tried once, he had failed. He had tried the second time, he had failed, and then the third time magically he was in front of me. He had gone past the security people. അദ്ദേഹം ഒരു തവണ ശ്രമിച്ചു, രണ്ട് തവണ ശ്രമിച്ചു, മൂന്നാം തവണയും ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. Then he pointed at me and he said, I know what you're doing. I know what you're doing. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം താങ്കൾ എന്താണ് ചെയ്യുന്നത്, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, താങ്കൾ എന്താണ് ചെയ്യുന്നത് എനിക്കറിയാം എന്ന് അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ പറയുകയുണ്ടായി. In Hindi he said, मैं जानता हूं आप क्या कर रहे हो. मैं जानता हूं आप क्या कर रहे हो. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. അങ്ങനെ അത് ഹിന്ദിയിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. So I said, मैं क्या कर रहा हूं? I said, what am I doing? ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. And he said, नफरत के बाजार में मोहब्बत की दुकान खोल रहे हो. വെറുപ്പിന്റെ അങ്ങാടിയിൽ ഞാൻ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. അയാൾ പറഞ്ഞത്, ഓ താങ്കൾ അങ്ങനെയാണ് പറയുന്നത് എന്ന്. So it is not that a script writer came out with the slogan. അദ്ദേഹം അത് നേരത്തെ എഴുതി തയ്യാറാക്കിയുള്ള തിരക്കഥയുമായിട്ട് വന്നതല്ല, മറിച്ച് തികച്ചും സ്വാഭാവികമായി സംഭവിച്ചതാണത്. It was not that somebody sat in a room and thought about what should the slogan be. ഇത് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരാൾ റൂമിനകത്ത് അടച്ചിരുന്ന് എന്തായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്ന് ചിന്തിച്ച് എഴുതിയുണ്ടാക്കിയതൊന്നുമല്ല. The yatra itself said what the slogan should be. ഈ യാത്ര തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകുകയുണ്ടായിട്ടുള്ളത്. Now it's very surprising because if somebody asks me to define my 20 years in politics, ചിലരെന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ 20 വർഷത്തെ രാഷ്ട്രീയ ജീവിതം അത് ഞാൻ നിർവചിക്കണം എന്നാണ്. I can answer in one line. എനിക്കൊരു ഒറ്റ വരിയിലുള്ള ഒരു മറുപടിയാണ് അതിന് പറയാനുള്ളത്. നഫ്രത് के बाजार में मोहब्बत की दुकान खोल रहा. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ളതാണ്. If somebody asks me what is the Congress party, I can answer, नफरत के बाजार में मोहब्बत खोलती है. എന്താണ് കോൺഗ്രസ് പാർട്ടി എന്ന് ചിലർ എന്നോട് ചോദിച്ചു. അതിനും അതേ മറുപടി തന്നെയാണ് ഞാൻ നൽകിയത്. If somebody asks me how do you think about development, I can answer, my view about development is
नफरत के बाजार में मोहब्बत की दुकान खोलनी है. താങ്കളുടെ വികസന സങ്കല്പം എന്താണ് എന്നും അവർ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിനും ഇതേ മറുപടി തന്നെയാണ് എനിക്ക് നൽകുവാനുള്ളത്. So when India speaks and you listen carefully, it speaks with great wisdom. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയും. നമ്മളത് ശരിക്കും ശ്രദ്ധിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. There is nobody in India who can disagree with the line नफरत के बाजार में मोहब्बत की दुकान खोलनी. Nobody. ഈ ഒരു വരിയുമായി ഈ ഇന്ത്യയിലുള്ള ഒരാൾക്ക് പോലും വിയോജിക്കാൻ വേണ്ടി സാധ്യമല്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ളത്. Even if you go to the most rabid RSS person and you say नफरत के बाजार में मोहब्बत की दुकान खोल रहा हूं, he cannot answer you. ഇതേ സന്ദേശം ഇവിടുത്തെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് അത് നിഷേധിക്കാനോ അതിന് മറുപടി പറയാനോ സാധ്യമല്ല. It works for every community, every religion, every language. എല്ലാ മതക്കാരും എല്ലാ വിശ്വാസക്കാരും എല്ലാ ഭാഷക്കാരും ഇത് മുറുകെ പിടിക്കുന്നവരാണ്, ഇത് അംഗീകരിക്കുന്നവരാണ്. Because it is based on a true sentiment.